നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നോക്കാം. അതുപോലെ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് തരുന്നത് നോക്കാം. ഓക്കെ, നോക്കാം. എന്താണ് നിങ്ങളുടെ കറന്റ് എനർജി എന്നുള്ളത്? ഓക്കെ, നിങ്ങൾ എന്ത് കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത്? എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകണമെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ. നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ശരിയായോ? എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് വളരെ സിൻസിയർ ആയിട്ടുള്ള ലവ് ആണ് ഉള്ളത് എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കറിയാം ഇഷ്ടമാണ്, ഓക്കെ ആണ് എന്നൊക്കെ അറിയാമെങ്കിലും ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് കൂടി പാരലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഫോക്കസ് ആകേണ്ടത് ആ ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് ഒക്കെ കളഞ്ഞിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫുൾ എഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡൗട്ട്ഫുൾ മൈൻഡുമായിട്ട് മുന്നോട്ട് പോകുന്തോറും റിലേഷൻഷിപ്പ് അത് വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. സോ അതിനകത്ത് ഫുൾ എനർജി കൊടുക്കൂ എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലീസിലൊക്കെ അറിയാനും അവരിൽ നിന്ന് സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഒക്കെ ലഭിക്കാനൊക്കെ ഉള്ള ഒരു ടൈം ആയിട്ട് കൂടി കാണുന്നുണ്ട്. അപ്പോൾ ചിലരുടെയെങ്കിലും ഒക്കെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അറിയാനും ചിലപ്പോൾ അതൊരു മാരേജിലേക്ക് പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതൊരു എന്താ പറയുക, ഒരു ഡിസ്റ്റൻറ്റ് തിങ് ആണ്. പക്ഷേ ഒരു പക്ഷേ അങ്ങനെ ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഫാമിലീസിൻ്റെ സപ്പോർട്ട് കൂടി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു മാരേജിലേക്കോ എൻഗേജ്മെന്റിലേക്കോ ഒക്കെ എത്തിച്ചേരാനോ ഉള്ളൊരു സാധ്യത. ഓക്കെ, ഓക്കെ ഗൈസ്, ഹോപ്പ് യു ലൈക്ക് ദിസ്.